മീ. ഈ കുട്ടിപ്പട്ടാളങ്ങളെ കൊണ്ട് ഞാൻ റാസൽ കൈമ വരെ പോവുകയാണ് ഈ വീക്കെൻഡില് അല്ലേ. ഞങ്ങൾ ആദ്യക്കുട്ടന്റെ വീട്ടിൽ പോവാണ്. ഞങ്ങൾ എല്ലാരും ഉണ്ട് ഫാമിലി. എന്റെ വീട്ടിൽ അമ്മ വന്നിട്ടില്ല. അമ്മ വീട്ടിലാന്നാണ് പറയുന്നത് അല്ലേ. ക്ലീനിങ്ങും കാര്യങ്ങളും ഒക്കെ ആയിട്ട് അമ്മ വീട്ടിലാണ്. ഞങ്ങൾ അങ്ങ് ചെല്ലുമ്പോഴത്തേക്ക് റെഡി ആക്കാൻ വേണ്ടി അല്ലേ അതി. ആ അപ്പൊ റാസൽ കൈമ ചെന്നിട്ട് ബാക്കി വിശേഷങ്ങൾ അപ്പൊ കാണാം. ഓക്കെ ഉറങ്ങാൻ പോവാ. കുഞ്ഞായിട്ട് അവരാൾ ഉറങ്ങാൻ ചിരിയാൻ തുടങ്ങുമായിരുന്നു കേട്ടാ. ഞാൻ കയ്യോടെ പിടിച്ചു നടക്കുക. ഉറങ്ങുമല്ലേ ഒരാളെന്താ സൈലന്റ് ആയ ഉറക്കം പറഞ്ഞു. നീന്തൽ കഴിയല്ലേ. അപ്പൊ ഇത് ഞങ്ങൾ റാസൽ ഖൈമയിൽ പോവാണ്. അല്ലെങ്കിൽ ഇവിടെ വെച്ചോ. അതാ ഞങ്ങളെല്ലാരും ജസ്റ്റ് എത്തിയതുള്ളൂ, കേറുന്നുള്ളൂ. ഇനി ഇവളുടെ ഒരു ഊള ചായ കുടിക്കാൻ പോവുക. ചായ ക്യാൻസൽ എന്നാ പറഞ്ഞു. ഞങ്ങള് വരുന്ന വഴിക്ക് ചായ ഒക്കെ കുടിച്ചു. കാരണം ഇവളുടെ ചായ ആയതുകൊണ്ട് നേരെ കുടിച്ചു. ഓക്കെ ബാക്കി ഇനി ഞങ്ങള് രണ്ടുപേരൂടെ എത്താനുണ്ട്. ഞങ്ങള് ഓണത്തിന്റെ അട ഉണ്ടാക്കുന്ന പ്രിപ്പറേഷനാണ്. നാളെ ഓണത്തിന് വേണ്ടി അട ഉണ്ടാക്കുവാണ്. അപ്പൊ ഞങ്ങള് അട പരത്തുന്നതിന്റെ പ്രിപ്പറേഷനിലാണ്. ഞങ്ങളുടെ ഈ വർഷത്തെ ഓണം റാസൽ കൈമേൽ വെച്ചാണ്. ഞാൻ ഇത് കൈ വെച്ചത് പ്രശ്നമായി തോന്നുന്നു. പിന്നെ കൈയിൽ കളറായില്ലേ? ആ ഇപ്പൊ കളറായി. ഞാൻ കൈ ആയിട്ടാണ്. അത്തപ്പൂക്കളം ആണുങ്ങൾക്ക് വിട്ടുകൊടുത്തേക്കാണ് ഇടാന്. അവരാണ് ഇടുന്നത്. എന്തായി തീരുവോ? ഭയങ്കര ഡിസൈനിങ്. ഒരു വെറൈറ്റി ആവട്ടെ നോർത്തു. എപ്പോഴും പെണ്ണുങ്ങളല്ല ഇടുന്നത്. അത്തപ്പൂക്കളത്തിന്റെ ഫൈനൽ സ്റ്റേജിലോട്ട് എത്തി. ലാസ്റ്റ് ഡിസൈനർ ആരായിരുന്നു ഇതിന്റെ? വിക്കി വിധു അശ്വത്. അങ്ങനെ നല്ല സൂപ്പർ ഓണപ്പൂക്കളമാണ് അവരിട്ടേക്കുന്നത്. അവിടെ നിന്ന് എടുക്കണം, അവിടെ നിന്ന് എടുക്കും.